നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിനെ കുറിച്ചാണ്. ഇതുപോലെ ചില സിനിമകളിൽ കഥാപാത്രങ്ങൾ പ്രേക്ഷകരോട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. 4 ചുമരുകൾക്കുള്ളിലാണ് ഒരു ഷോ നടക്കുന്നതെങ്കിൽ അതിൽ ഓഡിയൻസിന്റെ ഭാഗത്തേക്കുള്ള ചുമരിനെയാണ് ഫോർത്ത് വാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓഡിയൻസിനോട് സംസാരിക്കുന്നതിന് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നതും. ഈ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. 2004 കമൽ സംവിധാനം ചെയ്ത് അമൃത പ്രകാശ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മഞ്ഞു പോലൊരു പെൺകുട്ടി. ആ സിനിമയിലെ നായിക എല്ലാവരോടും സംസാരിക്കുമ്പോൾ പ്രേക്ഷകരോട് സംസാരിക്കുന്ന രീതിയിലാണ്. നല്ല ക്ലാസ് എന്നാ സ്റ്റുഡൻസ് ഒക്കെ പറയാ, പക്ഷേ എനിക്കെന്തോ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. 2015 മുഹ്സിൻ ബരാരി എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് കേൽപ്പത്ത്. ആ സിനിമയിൽ ശ്രീനാഥ് ബാസി അവതരിപ്പിച്ച കഥാപാത്രം പ്രേക്ഷകരോട് സംസാരിക്കുന്നതെല്ലാം തന്നെ നേരിട്ട് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. പിന്നെ വണ്ടി ഓടിക്കുന്നതുണ്ടല്ലോ, ഓനാണ് അജ്മൽ, ഓനാണ് ഇവരെയൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത്. 2015 ജീനസ് മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമാണ് 100 Days of Love. ആ സിനിമയിൽ ദുൽഖർ സൽമാന്റെ കഥാപാത്രം പ്രേക്ഷകരോട് സംസാരിക്കുന്ന രീതിയിലാണ് സിനിമ മുഴുവനായിട്ടുമുള്ളത്. റിയൽ ലൈഫ് നിങ്ങൾ കാണുന്നത് എന്നെ പോലുള്ളവരായിരിക്കും. ഇൻ റിയൽ ലൈഫ് ലവ് ഹേർട്സ്. 2024 ദുൽഖർ സൽമാന്റെ മറ്റൊരു തെലുങ്ക് ചിത്രമാണ് ലക്കി ഭാസ്കർ. ഭാസ്കർ എന്ന കഥാപാത്രം ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രേക്ഷകരോട് കഥ പറയുന്ന രീതിയിലാണ് സിനിമ അവതരിപ്പിക്കുന്നത്. ദിസ് ഇസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും. എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് 4 ആൾ അറിയണം. 1998 MT വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ചഞ്ചൽ, ജോമോൾ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ ജോമോൾ അവതരിപ്പിച്ച ജാനകിക്കുട്ടി എന്ന കഥാപാത്രം പലതവണ പ്രേക്ഷകരോട് സംസാരിക്കുന്നുണ്ട്. ഞാനാ ജാനകിക്കുട്ടി, പക്ഷേ ഇവിടെ എല്ലാരും എന്നെ ജാനുട്ടി എന്ന് വിളിക്കും. വീട്ടിനകത്തിരിക്കാത്തതിനാ എപ്പോഴും ചീത്ത. അറിയാലോ, മമ്മൂട്ടിയാണ്. ഡാനിയൽ തോംസൺ. ഡാനി എന്ന സാങ്കല്പിക കഥാപാത്രം വിട്ടിറങ്ങി മമ്മൂട്ടി എന്ന അഭിനേതാവിലേക്ക് മാറുന്ന ഒരു നിമിഷമാണത്. ആ കാര്യം മമ്മൂട്ടി പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. 2022 അഭിനവ് സുന്ദർ സംവിധാനം ചെയ്ത ചിത്രമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്. ആ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം പ്രേക്ഷകരോട് സംസാരിക്കുന്നതായിട്ടാണ് സിനിമ മുഴുവനായിട്ടും കാണിക്കുന്നത്. എന്റെ പേര് മുകുന്ദൻ ഉണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. ഇപ്പൊ വയസ്സ് 30. 2020 അരുൺ ചന്തു സംവിധാനം ചെയ്ത ചിത്രമാണ് സാജൻ ബേക്കറി. അജു വർഗീസ്, ഗണേഷ്, ലെന തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയിലെ നായിക കഥാപാത്രം എപ്പോഴും പ്രേക്ഷകരോട് സംസാരിക്കുന്ന രീതിയിലാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഈ റാന്നിയിലെ ഒരു പണിയില്ലാത്ത ചായമാരുടെ ചെറിയൊരു ഹോബിയാണ് ഈ മൈഗ്രേഷൻ. 2000 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് നരസിംഹം. ആ സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു കാമിയോ റോൾ ഉണ്ട്. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊണ്ടുവല്ലേ. ഈ സമയത്ത് പറയുന്ന ഈ ഒരു ഡയലോഗ് പ്രേക്ഷകരോട് കൂടി പറയുന്നതാണ്. കാരണം ആ മോഹൻലാൽ സിനിമയിൽ മമ്മൂട്ടിയെ കാണിക്കുമ്പോൾ പ്രേക്ഷകർ കൂക്കിയിരുന്നു. ആ ഒരു കൂക്കൽ ഒഴിവാക്കാൻ വേണ്ടി ചേർത്തൊരു ഡയലോഗ് കൂടിയാണിത്. അതും നമുക്കൊരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആയി കണക്കാക്കാവുന്നതാണ്. 2012 സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് മിസ്റ്റർ മരുമകൻ. ആ സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം ഇന്റർവെൽ സമയത്ത് സംസാരിക്കുന്നത് പ്രേക്ഷകരോടാണ്. ഇതൊരിടവേള മാത്രം. ഇനിയാണ് അംഗം. ഭാര്യയെ വീണ്ടെടുക്കാൻ മദർലോയുമായിട്ടുള്ള അംഗം. അതിനു മുമ്പ് സ്വല്പം വിശ്രമിക്കല്ലേ. 2007 രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് റോക്ക് ആൻഡ് റോൾ. ആ സിനിമയിൽ മോഹൻലാൽ കഥാപാത്രം ക്ലൈമാക്സ് ഭാഗത്ത് തിരിഞ്ഞു നിന്ന് പ്രേക്ഷകരോട് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഭൂമിയെ ഞാൻ സ്നേഹിക്കുന്നു, ഈ കടലിനെ, കാറ്റിനെ, ഈ ആകാശത്തിനെ, നിങ്ങളെയും. 2016 ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് പാവാട. ആ സിനിമ ആരംഭിക്കുമ്പോൾ അനിൽ പി നെടുമങ്ങാട് പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഇടയ്ക്കിടയ്ക്കൊക്കെ കഥ പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ആ അടി ഒരു 1.5 അടിയാ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് മിഴി രണ്ടിലും. ഇന്ദ്രജിത്ത്, ദിലീപ്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു അഭിനയിച്ചത്. ആ സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ദിലീപിന്റെ കഥാപാത്രം ഇത്തരത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. പ്രേക്ഷകരോട് നേരിട്ട് സംസാരിച്ചുകൊണ്ടാണ് ആ ഡയലോഗ് പറയുന്നത്. ഇങ്ങനെ പ്രേക്ഷകരോട് പറയാതെ തന്നെ ചില അഭിനേതാക്കൾ അവരുടെ കഥാപാത്രം വിട്ടുകൊണ്ട് നടന്മാരായി മാറാറുണ്ട്.
അതിനായി അവർ ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ പഴയ കാലത്തെ പ്രസിദ്ധമായ ചില ഡയലോഗുകളും ചില രംഗങ്ങളും റെഫർ ചെയ്തുകൊണ്ടായിരിക്കും. 2019 ഷാജോൺ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് ബ്രദേഴ്സ് ഡേ. ആ സിനിമയിലെ പൃഥ്വിരാജിന്റെ ഇൻട്രോ നിങ്ങൾ ഓർക്കുന്നില്ലേ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. മത്സരം പിടിച്ചത് മതിയായി. ഒന്ന് ചിരിക്കേ. നീ ഇങ്ങനെ കയ്യിലും മുണ്ട കൊടുത്ത് ചിരിച്ചിരിക്കണ കാലത്രേ. ഈ രംഗത്തിൽ റോണി എന്ന കഥാപാത്രത്തിലുപരി പൃഥ്വിരാജ് എന്ന നടനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ധർമ്മജൻ പറയുന്ന ഡയലോഗുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നടനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 2010 അമൽ നീരദ് ചിത്രം അൻവറിലെ തീം മ്യൂസിക് ആണ്. 2014 പൃഥ്വിരാജ് ചിത്രം 7th ഡേയിലെ ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ 2007 പുറത്തിറങ്ങിയ ഷാഫി ചിത്രം ചോക്ലേറ്റിലെ ഒരു ഗാനവുമാണ് ഉപയോഗിച്ചത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. ലൂസിഫർ സിനിമയിൽ ഒരിടത്ത് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. 1987 കെ മധു സംവിധാനം ചെയ്ത 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിലുപരി മോഹൻലാൽ എന്ന നടനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെ അല്ല മയക്കുമരുന്ന്. 2009 ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രമാണ് ഡാഡി കൂൾ. ആ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു രംഗമുണ്ട്. ഞാൻ നേരെ കാര്യത്തിൽ കിടക്കാം. 1996 കമൽ ചിത്രം അഴകിയ രാവണനെയാണ് സൂചിപ്പിക്കുന്നത്. അവള് പോയടാ. പെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 പോയി. എന്തൊരു അഹങ്കാരമായിരുന്നു ശങ്കരദാസിന്. 2005 മോഹൻലാൽ അഭിനയിച്ച് ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉടയോൻ. ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെ ഭദ്രൻ 1995 സംവിധാനം ചെയ്ത സ്ഫടികം എന്ന സിനിമയെയും ആടുതോമ എന്ന കഥാപാത്രത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതാര്? ആട് തോമേ? നിന്റെ അപ്പനാ കോഞ്ഞാനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു 1.5 ആട് തോമയാലേ പറ്റൂ. തോമസ് ചാക്കോ അല്ല, ആട് തോമ. കണ്ണൻ താമരക്കുളം 2018 സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രമാണ് ചാണക്യതന്ത്രം. നാം ക്യാ ഹൈ ആപ്കാ? ഹരീന്ദർ സിംഗ്. ഓ, ഹരീന്ദർ. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നതാണ് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह. ഹരീനെ, ഹരീന്ദർ സിംഗ്. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है മല്ലു സിംഗ്. 2012 വൈശാഖ് സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രമായ മല്ലു സിംഗ് എന്ന സിനിമയിലെ കഥാപാത്രത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കഥാപാത്രത്തിലുപരി താൻ ഉണ്ണി മുകുന്ദനാണെന്ന് സൂചിപ്പിക്കുന്ന ഫോർത്ത് വാൾ ബ്രേക്കിങ്ങും അതോടൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഫോർത്ത് വാൾ ബ്രേക്കിങ്ങും നമുക്കവിടെ കാണാം. 2014 അഞ്ജലി മേനോൻ ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. ആ സിനിമയിൽ നിവിൻ പോളിയും ഇഷ തൽവാറും തമ്മിലുള്ള ഒരു രംഗമുണ്ട്. ഏതോ ജന്മത്തിൽ കണ്ടുമറന്നൊരു മുഖം പോലെ. 2012 വിനീത് ശ്രീനിവാസൻ ചിത്രം തട്ടത്തിൻ മറയത്തിലെ മ്യൂസിക് നൽകിക്കൊണ്ട് കൃഷ്ണൻ, മീനാക്ഷി എന്നീ കഥാപാത്രങ്ങൾക്കുപരി തട്ടത്തിൻ മറയത്തിൽ അഭിനയിച്ച നിവിൻ പോളിയും ഇഷ തൽവാറുമാണതെന്ന് സൂചിപ്പിക്കുന്ന രംഗമാണത്. 2020 അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിലൂടെ സുരേഷ് ഗോപി എന്ന അഭിനേതാവ് മുമ്പ് ചെയ്ത പല സിനിമകളുടെയും റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളായ കമ്മീഷണർ, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളാണവ.
கண்டிப்பா செத்து போயிடுவான். உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். പല്ലല്ല നിന്റെ എല്ല് ഞാൻ ഒടിക്കും റാസ്കൽ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? 2021 നിതിൻ രഞ്ജി പണിക്കർ ചിത്രം കാവലിലും കമ്മീഷണർ റെഫറൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഉണ്ട്. മൂപ്പർക്ക് തീരെ മേല ഈ മഴയത്ത് ജീപ്പിൽ അങ്ങ് ഇറക്കട്ടെ. ഓ നടന്നങ്ങ് പൊക്കോളും. ജീപ്പിൽ ഉണ്ടാക്കാൻ ഇവനാര് കമ്മീഷണർ? ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മോഹൻലാൽ ചിത്രം ആറാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലൂസിഫർ എന്ന സിനിമയെ സൂചിപ്പിക്കുന്നുണ്ട്. ഐ ആം ലൂസിഫർ. ഈ തലച്ചോറ് ഇവിടുന്ന് കിട്ടി. എന്റെ അച്ഛനേത് നിന്റെ പറയണ്ട, അടുത്ത ഡയലോഗ് എനിക്കറിയാം. നിന്റെ തന്തയല്ലേ എന്റെ തന്തയെന്നല്ലേ. പൃഥ്വിരാജ് ചിത്രം ബ്രദേഴ്സ് ഡേയിലും ഒരിടത്ത് ലൂസിഫർ എന്ന സിനിമയെ സൂചിപ്പിക്കുന്നുണ്ട്. ലൂസിഫർ. മധുരരാജയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ സൂചിപ്പിക്കുമ്പോൾ ലൂസിഫർ എന്ന സിനിമ പേര് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇളയ പോക്കിരി വിളിച്ചാലോ? അവന്മാരില്ല, അവരിപ്പോ സിനിമ സംവിധാനം ചെയ്തോണ്ടിരിക്കല്ലേ. എന്റെ ലൂസി പറയാ സിനിമ. കുഞ്ചാക്കോ ബോബൻ തന്റെ സിനിമകളിൽ തന്റെ പഴയ കാലത്തെ അനിയത്തിപ്രാവ് പോലെയുള്ള നൊസ്റ്റാൾജിക് സിനിമകളെ റെഫർ ചെയ്തുകൊണ്ട് ചോക്ലേറ്റ് ഹീറോ എന്ന പരിവേഷം കൊണ്ടുവരാറുണ്ട്. 2011 വൈശാഖ് ചിത്രം സീനിയേഴ്സിൽ അങ്ങനെ ഒരു രംഗം കാണാം. നിനക്ക് ഇതുവരെ കല്യാണ പ്രായമായില്ലേ? അവനിപ്പോഴും മധുര 17 പ്രായം തോന്നിക്കാത്ത ജന്തു. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. 2016 വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമയിലും അതുപോലെ തന്നെ അനിയത്തിപ്രാവിനെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാരും എന്നെ ചോക്ലേറ്റ് ബോയ് എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് സിനിമാ റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിർമ്മിക്കുന്ന സിനിമകളാണ് സ്പൂഫ് സിനിമകൾ. അങ്ങനെയുള്ള ചില സിനിമകൾ മലയാളത്തിലുമുണ്ട്. അവയിൽ ഏറ്റവും മികച്ചതായിരുന്നു ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന സിനിമ. വട്ടമേശ സമ്മേളനം എന്ന വിപിൻ അറ്റ്ലി സിനിമയിലും ചിലയിടങ്ങളിൽ സിനിമാ സ്പൂഫുകൾ കാണിക്കുന്നുണ്ട്. 2007 ശ്രീനിവാസൻ എഴുതി എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ പറയുമ്പോൾ. ശ്രീനിവാസൻ, മീന എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ ഒരു സിനിമയിൽ അശോക് രാജ് എന്ന കഥാപാത്രമായി മമ്മൂട്ടിയുടെ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോൾ ഉണ്ട്. ആ ഒരു കഥാപാത്രം ഒരു സ്റ്റേജ് പരിപാടിക്കിടെ ഇത്തരത്തിൽ പറയുന്നുണ്ട്. സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഷൂട്ടിംഗ് കാണാൻ സാധിക്കാതെ വന്നത്. ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ വീട് ആക്രമിച്ചു. യഥാർത്ഥ ജീവിതത്തിൽ മമ്മൂട്ടി ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞതിന് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. DYFIയുടെ ഒരു പരിപാടിക്കിടെ അദ്ദേഹം ഗുജറാത്ത് നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെയായിരുന്നു ഒരു പറ്റം ആൾക്കാർ മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധിച്ചത്. കരിയോയിൽ ഒഴിക്കലും പോസ്റ്റർ കീറലും ഒക്കെയായി ഒരുപാട് കോലാഹലങ്ങൾ അന്ന് നടന്നിരുന്നു. ബിഗ് ബി സിനിമയുടെ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടിക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സംഭവത്തെയെല്ലാം തന്നെയാണ് ഇൻഡയറക്ട്ലി അശോക് രാജ് എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി പറയുന്നത്. 2007 റാഫി മെക്കാട്ടിൻ എഴുതി ഷാഫി സംവിധാനം ചെയ്ത മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു മായാവി. സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മഹി എന്ന കഥാപാത്രം തന്റെ വീടിന്റെ അഡ്രസ് പറയുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആ കഥാപാത്രം അവിടെ പറയുന്നത്. കോട്ടയത്ത് നിന്നും ബസ്സിൽ വൈക്കത്തേക്ക് പോകുന്നതും അവിടെ നിന്നും ചെമ്പിലെ തന്റെ വീട്ടിലേക്ക് പോകുന്നതുമായ കൃത്യമായ വഴി തന്നെ മമ്മൂട്ടി പറയുന്നുണ്ട്. മലയാളികൾക്കിടയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒന്നാണ് ശ്രീ മോഹൻലാലിന്റെ തോളിന്റെ ചെരിവ്. ആ ഒരു പ്രത്യേകത കൊണ്ട് ശ്രീ മോഹൻലാലിന്റെ നിഴലിനെ പോലും മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ ഒരു ചെരിവിനെ കുറിച്ച് മോഹൻലാൽ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. 2009 AK സാജൻ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത റെഡ് ചില്ലീസ് എന്ന സിനിമയിലായിരുന്നു ആ ഒരു രംഗം. മിസ്റ്റർ, സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിനയമാകാം. സാർ വിനയം കൂടി തോളിന്റെ ഒരു വശം ചരിഞ്ഞു പോയാണ് സാർ ഞാൻ. ആ ഒരു നേരത്തെ കഥാപാത്രം വിട്ടുകൊണ്ട് മോഹൻലാലായി തന്നെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നാം. ഇതുപോലെ കഥാപാത്രം വിട്ടിറങ്ങുന്ന രീതിയിൽ മോഹൻലാൽ പല സിനിമകളിലും പല ഡയലോഗുകളും പറഞ്ഞിട്ടുണ്ട്.
2003 VM വിനോദ് ചിത്രമായ ബാലേട്ടനിലെ ഒരു ഡയലോഗ് ആയിരുന്നു ഇത്. പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ. ഏട്ടനാണ് അത് ഫാൻസ് അദ്ദേഹത്തെ ലാലേട്ടൻ എന്നും ഏട്ടൻ എന്നും വിളിക്കാറുണ്ട്. ആ ഒരു സംഭവമാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നതും. 2012 ബി ഉണ്ണികൃഷ്ണൻ ചിത്രമായ ഗ്രാൻഡ് മാസ്റ്ററിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഇത്തരത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കൂടി സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡയലോഗ്. വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ ബസൂക്കയിലും അത്തരത്തിലൊരു ഡയലോഗ് നമുക്ക് കേൾക്കാം. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. 2001 ഉദയ് കൃഷ്ണ CBK തോമസ് എഴുതി ജോസ് തോമസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് സുന്ദരപുരുഷൻ. നായികമാരായി സിനിമയിൽ ദേവയാനി, നന്ദിനി എന്നിവരാണ് അഭിനയിച്ചത്. നന്ദിനിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു രംഗമുണ്ട്. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, സുലുവിന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കറിയാൻ മേല. മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, സുചിത്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സുചിത്രയ്ക്കും കുഴപ്പമില്ല, സുരേഷ് ഗോപി അഭിനയിക്കുന്നുണ്ട്, രാധികയ്ക്കും കുഴപ്പമില്ല. നീ കിടന്നുറങ്ങ്. സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ പറയുമ്പോൾ സുരേഷ് ഗോപി സൂര്യനാരായണൻ എന്ന കഥാപാത്രം വിട്ടുകൊണ്ട് സുരേഷ് ഗോപിയായി തന്നെ പ്രേക്ഷകരോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. 98 സിബി മലയിൽ സംവിധാനം ചെയ്ത സമ്മറിൻ ബത്ലഹേം എന്ന സിനിമയിലും ഇത്തരത്തിൽ ഒരു സുരേഷ് ഗോപിയുടെ റെഫറൻസ് ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ജയറാമിന്റെ ആ ഒരു മിമിക്രി കണ്ട് സുരേഷ് ഗോപി ഞെട്ടുമ്പോൾ യഥാർത്ഥ സുരേഷ് ഗോപി സ്വന്തം ശബ്ദം കേൾക്കുന്ന പോലെ നമുക്ക് തോന്നാം. കാരണം അദ്ദേഹത്തിന്റെ കമ്മീഷണർ സിനിമയുടെ റെഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. 96 ജയകുമാർ വർക്കല സംവിധാനം ചെയ്ത കോമഡി ചലച്ചിത്രമാണ് വാനരസേന. ജഗതി ശ്രീകുമാർ, ബൈജു, അഞ്ജു അരവിന്ദ് തുടങ്ങിയവരെല്ലാമായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ അഗസ്ത്യൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ആ ഒരു വൈദ്യർ കഥാപാത്രത്തിന്റെ ഒരു രംഗമുണ്ട്. ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യ മുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തെ തന്നെയാണ് ആ ഒരു ഡയലോഗിലൂടെ കളിയാക്കുന്നത്. പ്രിയദർശൻ ദിലീപ് ചിത്രമായ വെട്ടത്തിൽ മക്കസായി മക്കസായി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഒരു ഗാനത്തിന്റെ വരികൾ എഴുതിയത് നാദിർഷയാണ്. ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീത സംവിധാനത്തിൽ നാദിർഷയും MG ശ്രീകുമാറുമാണ് ഗാനം പാടിയതും. ആ ഒരു പാട്ടിൽ ഇത്തരത്തിലുള്ള ചില വരികൾ കാണാം. ഏറ്റവും നല്ല മികച്ച നടനുള്ള ഓക്കാറനിക്കുന്നു കേൾക്കുമ്പോഴൊന്നു നീ ബോധം കെട്ടു വീണ്. മികച്ച നടനുള്ള ഓക്കാറനിക്കുന്നു കേൾക്കുമ്പോഴൊന്നു നീ ബോധം കെട്ടു വീണ്. അതിനിടയിൽ ദിലീപ് കലാഭവൻ മണിയെ അനുകരിക്കുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കലാഭവൻ മണിയുടെ ജീവിതത്തിലുണ്ടായ ഒരു യഥാർത്ഥ സംഭവത്തെയാണ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് അവാർഡുണ്ടെന്ന് പലരും പറയുകയും പിന്നീട് അവാർഡ് ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ബോധം കെട്ടിരുന്നു. ആ ഒരു സംഭവത്തെയാണ് ഗാനത്തിലെ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ദിലീപ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ കലാഭവൻ മണിയുടെ കഥാപാത്രത്തെയാണ് അനുകരിക്കുന്നതും. ജമിനി സിനിമയിലും കലാഭവൻ മണിയും വിക്രമും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സിനിമയുടെ തമിഴ് റീമേക്കിൽ അഭിനയിച്ചത് വിക്രമായിരുന്നു. തമിഴ് റീമേക്കിലെ പാട്ടാണ് മണി പാടുന്നത്. അത് എന്നെ കണ്ടീഷൻ എന്നെ ഒറിജിനൽ നായകനും റീമേക്ക് നായകനും ഒരുമിച്ച് വരുന്ന ഒരു റെഫറൻസ് ആണ് ആ രംഗത്തിൽ കാണിക്കുന്നത്. മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എപ്പോഴുമുള്ളൊരു പേരാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ തന്റെ പല സിനിമകളിലും അദ്ദേഹം തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. 2017 ജിസ്റ്റോ ചിത്രം സൺഡേ ഹോളിഡേയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കോമഡിയാണ് അതൊക്കെ സിദ്ദിഖ്ലാലും ശ്രീനിവാസനും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു നിമിഷം നമ്മൾ ശ്രീനിവാസനെ തന്നെയാണ് അവിടെ കാണുന്നത്. 2015 സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച അംബുജാക്ഷൻ എന്ന കഥാപാത്രം ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പത്മരാജനും ലോഹിതദാസും ദാമോദരൻ മാഷും പോയി, മകൻ പണിക്കിറങ്ങിയ പിന്നെ ശ്രീനിവാസനും ഒന്ന് ഒതുങ്ങി. 2000 ശ്രീനിവാസൻ എഴുതിയ സ്വയംവര പന്തൽ എന്ന സിനിമയിലും ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയദർശൻ സിനിമകൾക്ക് വേണ്ടി ഒരുപാട് തിരക്കഥ എഴുതിയ ആളാണ് ശ്രീനിവാസൻ. ആ ഒരു കാര്യവും ആ സിനിമയിൽ പറയുന്നുണ്ട്. കോരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടയിലുള്ള 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചോണ്ട് പോയി. പ്രിയദർശനോ? അപ്പൊ താൻ പ്രിയദർശന്റെ തിരക്കഥാകൃത്താണല്ലേ? രസകരമായ ഒരു തമാശയിലൂടെയാണ് ശ്രീനിവാസൻ തന്റെ ജീവിതത്തിലെ യഥാർത്ഥ കാര്യങ്ങളെ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് കാണിക്കാറും. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചതായിരുന്നു മുകേഷിന്റെ അന്തസ് കോളിനെ കുറിച്ച്. അടികപ്പ്യാരെ കൂട്ടമണി, ജോമോന്റെ സുവിശേഷം എന്നീ സിനിമകളിലായിരുന്നു അത് കാണിച്ചത്. സുസുധി വാഗ്മീകം എന്ന സിനിമയിലും ആ ഒരു അന്തസ് കോളിനെ കുറിച്ച് മുകേഷ് സംസാരിക്കുന്നുണ്ട്.
11 മണി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അന്തസ്സോട് അന്തസ്സല്ലേ, എന്നിട്ടുള്ള അന്തസ്സും കൂടി പോയി. എന്നാൽ ആ കോളിനെല്ലാം ശേഷം മുകേഷ് MLA ആയ ശേഷവും അദ്ദേഹത്തിന്റെ കോളുകൾ വൈറലായിട്ടുണ്ട്. 2023 ആൽഫ്രഡ് കുര്യൻ ജോസഫ് സംവിധാനം ചെയ്ത ഫിലിപ്സ് എന്ന സിനിമയിലെ രംഗമാണിത്. പപ്പാ വെളച്ചിലെടുക്കരുത് കേട്ടോ. ഈ ഒരു രംഗം സൂചിപ്പിക്കുന്നതും മുകേഷിന്റെ യഥാർത്ഥ ജീവിതത്തിലുണ്ടായ മറ്റൊരു ഫോൺ കോളിനെയാണ്. ഹലോ, പറഞ്ഞോളൂ. MLA ഓഫീസാണ്, പറഞ്ഞോളൂ. മെറിലാൻഡ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഇമോഷണൽ ഡ്രാമയായി സ്ലോ പേസിൽ പോകുന്ന സിനിമയെ ഒരു കോമഡി എന്റർടൈനറാക്കി മാറ്റുന്നത് നിവിൻ പോളിയുടെ കഥാപാത്രമാണ്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായ നിതിൻ മോളി എന്ന കഥാപാത്രത്തെയാണ് നിവിൻ പോളി അവതരിപ്പിക്കുന്നത്. നിവിൻ പോളിക്ക് മലയാള സിനിമാ പ്രേക്ഷകരോട് പറയാനുള്ള പല കാര്യങ്ങളും ആ സിനിമയിലൂടെ നിതിൻ മോളി പറയുന്നുണ്ട്. നമ്മുടെ ശരീരം നമുക്ക് നമ്മുടെ ഇഷ്ടമാണല്ലോ, വണ്ണം വെക്കാം, വണ്ണം കുറയാം. താൻ സിനിമയിലെത്തിയ വഴികളും നേരിട്ട ബോഡി ഷേമിങ്ങിനെ കുറിച്ചുമെല്ലാം ആ കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിവിൻ പോളി തന്നെയാണ് സംസാരിക്കുന്നത്. ആ സിനിമയിൽ പ്രണവ് മോഹൻലാൽ മുരളി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ ഒരു രംഗത്തിൽ മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു നടന്റെ മകൻ സിനിമയിൽ അഭിനയിക്കാൻ വരാതെ കുന്നും മലയും കയറി നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് ആ കഥാപാത്രം അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ തനിക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ പോലും കഴിയുന്നില്ല എന്നാണ് പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പറയുന്നത്. 2004 ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് രസികൻ. ആ സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച ശിവൻകുട്ടി എന്ന കഥാപാത്രം തിയേറ്ററിന്റെ മുമ്പിൽ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്ന രംഗങ്ങളുണ്ട്. ബ്ലാക്കിലാ പോയി 11 പടം കാണും. അതാവുമ്പോ 30 തന്നെ കിട്ടും. ദിലീപിന്റെ കഥാപാത്രം ദിലീപിന്റെ തന്നെ സിനിമാ പോസ്റ്റർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷം കഥാപാത്രത്തിൽ നിന്നും വിട്ടിറങ്ങി ദിലീപ് സ്വയം ട്രോളുന്നതാണെന്ന് മനസ്സിലാക്കാം. 2016 സുന്ദർദാസ് സംവിധാനം ചെയ്ത മറ്റൊരു ദിലീപ് ചിത്രമാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ. ആ ഒരു സിനിമയിൽ ദിലീപും രഞ്ജി പണിക്കറുമായുള്ള ചില കോമ്പിനേഷൻ കോമഡി സീനുകളുണ്ട്. ഒരു പഞ്ച് പോരാട്ടോ, ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് ഷിറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ചില സിനിമയിലൊക്കെ പോലെ. സിനിമയിൽ വിവരമില്ലാത്തവന്മാരങ്ങനെ പലതും എഴുതി. ഈ രംഗത്ത് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് രഞ്ജി പണിക്കറായി തന്നെ ഒരു നിമിഷം മാറുന്നുണ്ട്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും പണ്ട് കാലത്ത് അദ്ദേഹം തന്നെ എഴുതിയ കമ്മീഷണറിലെ ഈ ഡയലോഗുകളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ സ്വയം വിമർശനമായിരിക്കാം ഇതെല്ലാം. ദീപു കരുണാകരൻ 2011 സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് തേജാബായ് ആൻഡ് ഫാമിലി. ആ സിനിമയിലെ ഒരു രംഗത്ത് പൃഥ്വിരാജ് നടൻ പൃഥ്വിരാജിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. പൃഥ്വിരാജ് 2013 രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമാണ് പുണ്യാളൻ അഗർബത്തീസ്. ആ സിനിമയിൽ ജോയ് താക്കോൽക്കാരനും കൂട്ടരും റോഡിലെ കുഴികൾ അടക്കുന്ന ഒരു രംഗമുണ്ട്. പോലീസ് വന്ന് അവരെ തടയുകയും ചെയ്യുന്നുണ്ട്. നിന്നോട് ആരാണ് റോഡിലെ കുഴിയടക്കാൻ പറഞ്ഞത്? ഇത് ജയസൂര്യ യഥാർത്ഥ ജീവിതത്തിൽ നേരിട്ട ഒരു സംഭവത്തെയാണ് കാണിക്കുന്നത്. റോഡിലെ കുഴിയടയ്ക്കാൻ നടൻ ജയസൂര്യയും സുഹൃത്തുക്കളും ഇറങ്ങി. യഥാർത്ഥത്തിൽ ജയസൂര്യ സ്വന്തം ചിലവിൽ റോഡിലെ കുഴികൾ അടച്ചിരുന്നു. പിന്നീട് അത് കേസായി മാറുകയും ചെയ്തു. ആ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പുണ്യാളൻ അഗർബത്തീസിൽ ആ രംഗങ്ങൾ ഉൾപ്പെടുത്തിയത്. 2013 അനൂപ് മേനോൻ എഴുതി അജി ജോൺ സംവിധാനം ചെയ്ത ജയസൂര്യ ചിത്രമാണ് ഹോട്ടൽ കാലിഫോർണിയ. നമുക്ക് അനൂപ് മേനോനെ വിളിച്ച് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാം. അവനാകുമ്പോൾ ഇത്തരം അപരാധ സബ്ജക്റ്റൊക്കെ എഴുതാൻ നല്ല താല്പര്യം. അനൂപ് മേനോൻ തന്നെയാണ് ഈ ഡയലോഗുകൾ എഴുതിയത്. ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. നാദൃശ സംവിധാനം ചെയ്ത ചിത്രമാണ് മേരാ നാം ഷാജി. ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു എന്നിവർ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമയിലെ 3 കഥാപാത്രങ്ങളുടെയും പേര് ഷാജി എന്ന് തന്നെയാണ്. പേരാണല്ലോ ഷാജി. പിന്നല്ലാതെ ഇവിടെ ചിലവന്മാർക്ക് പേരിടും. ബിജു, ബൈജു, ആസിഫ്, പേരുകൾ. അതെ, 3 കഥാപാത്രങ്ങളും അവ ചെയ്യുന്ന നടന്മാരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. മധു വാര്യർ സംവിധാനം ചെയ്ത മഞ്ജു വാര്യർ ചിത്രമാണ് ലളിതം സുന്ദരം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഈ ഒരു ഡയലോഗ് ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല, മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ആ ഡയലോഗ് അവിടെ ചേർത്തത്. 2018 ഡിസാസ്റ്റർ ചിത്രം ഒടിയനിൽ മഞ്ജു വാര്യർ തന്നെ പറഞ്ഞ ഡയലോഗായിരുന്നു അത്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. വളരെ സീരിയസ് ആയി പറഞ്ഞ ആ ഒരു ഡയലോഗ് മൊത്തം കോമഡിയായി മാറുകയും സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തതായിരുന്നു. ആ ഒരു സംഭവത്തെയാണ് ഈ ഡയലോഗിലൂടെ മഞ്ജു വാര്യർ ഓർമ്മിപ്പിക്കുന്നത്. മമ്മൂട്ടി തന്റെ സിനിമകളിലെല്ലാം തന്നെ സ്റ്റൈലിഷായ കൂളിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു ആക്ഷേപമായി അദ്ദേഹത്തിനെതിരെ പലരും പറയാറുമുണ്ട്. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ, ഓരോ സീനിലും മാറ്റി മാറ്റി.
2005 അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രാജമാണിക്യത്തിൽ അതിനൊരു ഉത്തരം നൽകുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താൽ മതി. തള്ളേ, അപ്പൊ സാറിന് അറിയാമല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്ക്നെസ് ആണെന്ന്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. കഥാപാത്രം വിട്ട് മമ്മൂട്ടി ആയിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്നത്. ഇതേ ഒരു സംഭവത്തെക്കുറിച്ച് മമ്മൂട്ടി മറ്റൊരു സിനിമയിലും പറയുന്നുണ്ട്. 2017 അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മാസ്റ്റർ പീസ് എന്ന സിനിമയിലായിരുന്നു അത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷനാണ്. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. കഥാപാത്രത്തിന്റെ സ്റ്റൈൽ കാണിക്കുന്നതിന് പകരം മമ്മൂട്ടി എന്ന നടന്റെ സ്റ്റേറ്റ്മെന്റ് ആയും അതിനെ കണക്കാക്കാം. ഇതേ സിനിമയിൽ തന്നെ മമ്മൂട്ടി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ബ്ലൗസ് ഒക്കെ ആയി വന്ന മേഡത്തെ ഞങ്ങൾ സഹകരിപ്പിക്കും. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും. ഐ റെസ്പെക്ട് വിമൻ. എന്തിനായിരിക്കും ആ കഥാപാത്രം വീണ്ടും വീണ്ടും ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഐ ഡു റെസ്പെക്ട് വിമൻ. യഥാർത്ഥത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് ആ കഥാപാത്രത്തിൻ്റെതല്ല, അത് മമ്മൂട്ടിയുടെ തന്നെയാണ്. 2016 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കസബ സിനിമയിലെ ചില ഡയലോഗുകൾ സ്ത്രീവിരുദ്ധമായിരുന്നു. അതൊരു വൻ വിവാദമായി മാറുകയും ഒരുപാട് പേർ ചർച്ച ചെയ്യുകയും ചെയ്തു. എഴുത്തുകാരനിലുപരി ആ ഡയലോഗ് പറഞ്ഞ മമ്മൂട്ടിയിലേക്കും ആ വിവാദം വിരൽ ചൂണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടി തന്റെ ഈ സിനിമയിൽ തന്റെ സ്റ്റേറ്റ്മെന്റായി ഈ ഡയലോഗ് പറയുന്നത്. 2015 ജോൺ വർഗീസ് സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, നമിത പ്രമോദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് അടി കപ്പ്യാരെ കൂട്ടമണി. ചിത്രത്തിൽ മുകേഷ് അവതരിപ്പിച്ച കഥാപാത്രമാണ് ഫാദർ ആൽഫ്രഡ് കാട്ടുവിളയിൽ. ഫാദർ ടെറസിന്റെ മുകളിൽ സ്റ്റുഡൻസിനെ കാണുമ്പോഴുള്ള ഒരു രംഗമുണ്ട്. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഈ ഒരു രംഗത്ത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ മുകേഷ് നേരിട്ട ഒരു ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ചാണ്. ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈൽ വിലയിലൂടെ നീ തരുന്നത്. മൈൽ വില മേലാൽ വിളിക്കരുത്. പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ. ഇവിടെ അന്തസ് വേണോടാ. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. അന്തസ് വേണോടാ, അന്തസ്. സിനിമയിലെ ഡയലോഗിൽ പലതും തന്നെ മുകേഷ് ആ ഫോൺ കോളിലും പറഞ്ഞത് തന്നെയാണ്. മുകേഷ് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് താൻ നേരിട്ട സംഭവങ്ങളെ പ്രേക്ഷകരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലും ഇതേ സംഭവങ്ങളെ കുറിച്ച് ദുൽഖർ സൽമാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടാ, അന്തസ്. 2015 ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ എഴുതി നാദൃശ സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ജയസൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അമർ അക്ബർ അന്തോണി. ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗായിരുന്നു ഇത്. The lavish shop, you know the shop with branded clothes and all. You don't know where is it? Hello. എന്റെ പൊന്നമ്മച്ചി, സത്യമായിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിഞ്ഞൂടാ. നാട്ടുകാർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണയാണ്. യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കാനായ സൗത്ത് ഇന്ത്യൻ ഹീറോസിൽ ആരാണ് സംസാരിക്കുന്ന ഒരു ഹീറോയെ അപ്പം പൃഥ്വിരാജിന്റെ പേര് വന്നിരുന്നു ആൻഡ് വി ഗോട്ട് ടോക്കിംഗ്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ഡയലോഗിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് സംവിധായകൻ. സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടയിലുള്ള മറ്റൊരു ഡയലോഗായിരുന്നു ഇത്. അനിയായി പെണ്ണുങ്ങളെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തലയിടിച്ച് നിലത്ത് വീഴ്ത്തലല്ല, എങ്ങനെ വീഴ്ത്തണമെന്ന് ഈ ഏട്ടൻ കാണിച്ചു തരും. യഥാർത്ഥത്തിൽ അവർ സഹോദരന്മാരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഡയലോഗിലൂടെ. 2011 ത്രീ കിങ്സ് എന്ന കോമഡി ചിത്രത്തിലും ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം അക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്റെ അനിയനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് മതി എന്റെ അംഗം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ ഞാനൊന്ന് പയറ്റാൻ തീരുമാനിച്ചു. 2020 അനൂപ് സത്യൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ശോഭന, കല്യാണി പ്രിയദർശൻ, ദുൽഖർ സൽമാൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് വരനെ ആവശ്യമുണ്ട്. ചിത്രത്തിൽ ജോണി ആന്റണി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഒരു രംഗമായിരുന്നു ഇതെവിടുന്ന് കിട്ടി? ഞാനത് സാറിനൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ടോ? കൊള്ളാലോ. എനിക്ക് ഈ വിളക്ക് വേണം, നിങ്ങൾ എനിക്ക് ഈ വിളക്ക് തരണം, ഞാനിത് അങ്ങോട്ട് എടുക്കുക. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം വളരെ വൈറലായി മാറിയിരുന്നു. എനിക്ക് ഈ തൃശ്ശൂര് വേണം, നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂര് തരണം, ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക. വൈറലായി മാറിയ ആ പ്രസംഗത്തിലെ ഡയലോഗുകളാണ് ജോണി ആന്റണിയിലൂടെ കഥാപാത്രം പറയുന്നത്. ഇതുപോലെയുള്ള രസകരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.